വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ കൊണ്ട് വന്നിട്ടുണ്ട്. എത്ര നാളായി നമ്മൾ കണ്ടിട്ടില്ലേ? പരീക്ഷ ആയതുകൊണ്ടാണ് ഗൈസ് വീഡിയോ വരാഞ്ഞത്. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ മറ്റേ പുതിയ വേർഷനാണ് ഗൈസ്. മറ്റേ കോപ്പറിൻ്റെ ആർമറൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വേർഷനാണിത്. കോപ്പർ ഗോളത്തിൻ്റെയൊക്കെ ഇതിങ്ങോട്ട് എടുത്ത് വെക്കട്ടെ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മരം വെട്ടി തന്നെ അങ്ങ് തുടങ്ങാം. എത്ര നാളായി നമ്മളില്ലേ കണ്ടിട്ട്. ഓക്കെ, ആദ്യം തന്നെ മരം വെട്ടിയേക്കാം. ഏതാണ്ടൊരു കാട്ടിലാണ് ഗൈസ് വന്ന് സ്പോണായിരിക്കുന്നത്. ഏതൊരു വൃത്തികെട്ട സ്ഥലമാണ് ഗൈസ്. മറ്റേ സവാന ആയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അവിടെ ആയിരുന്നെങ്കിൽ ഇത്തിരി പ്ലെയിൻസ് ആയിരുന്നു, മരവും കിട്ടിയേനെ. ഇവിടെ ജംഗിളിലും കണ്ടാണ്, ജംഗിളല്ല, ഓക്കിൻ്റെ സാധനമുള്ള ആ സ്ഥലം ഉണ്ടല്ലോ, ആ ഭാഗത്താണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. ഓ, ഇവിടെ തറയിൽ ഈ സാധനം കത്തിക്കാൻ എടുക്കാം, അയൺ വെള്ളം കിട്ടുവാണെങ്കിൽ. ഇവർ കയറാൻ പറ്റത്തില്ല. ഇത് കുഴിയോ? കുഴിയും കണ്ടാണ് ഗൈസ്. ഓ ആ കുഴപ്പമില്ലടാ, ആ കുഴി ഞാൻ പറഞ്ഞാൽ തിരിച്ചെടുത്തിരിക്കുന്നു. ഇത് നല്ലൊരു സ്ഥലം തന്നെയാണ് ഗൈസ്. വില്ലേജ് കണ്ടില്ലേ അവിടെ നിൽക്കുന്നത്? എന്ത് പറയാൻ, ഈ വില്ലേജ് കിട്ടി. ഫൈനലി കിട്ടി വില്ലേജ്. ഓക്കെ, ഹലോ ബ്രോ, ഞാൻ വന്ന്. എത്ര നാളായി നമ്മൾ കണ്ടിട്ട്. ഈ ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ഓ, 3 ബ്രെഡ് ഇരിപ്പുണ്ട്. ഷോ കാണല്ല. പൊട്ടാറ്റോ നമുക്ക് പ്ലാന്റേഷൻ തുടങ്ങാം ഗൈസ്. നേരെ അങ്ങോട്ട്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. ഞാനൊരു പാവമാണ് ഗൈസ്. പ്ലീസ് ഗൈസ്, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മാത്രം മതി ഗൈസ് എനിക്ക്. ഓക്കെ, പിന്നെ എന്താണ്? ഒന്നുമില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ അയങ്കോളം ഇവിടെ നിൽപ്പുണ്ട്. തൊട്ടട്ടോ നിന്നെ ഞാൻ തട്ടട്ടെ. ഞാനിപ്പം ഇപ്പം തട്ടണോ? ഇപ്പം തട്ടിട്ടെ. ഞാൻ കയറിയാൽ ഞാൻ തട്ടും നിന്നെ. ഓ, ആക്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തേക്ക് വിട്ടേക്കുന്നില്ല കേട്ടറാ. നിന്നെ എടുത്തോളാം. ഒരു കാവൽക്കാരനെ പോലെ നിർത്തിയേക്കാം. ചാടിക്കോ. സ്കിൽ ഇഷ്യൂസ് കണ്ട. ഞാൻ മനഃപൂർവ്വം അങ്ങനെ ആയതാണ് ഗൈസ്, അല്ലെങ്കിൽ ഞാൻ പ്രോ ആണ്. അല്ലെങ്കിൽ അങ്ങനെ ചുമ്മാ ആയതാണ്. ബണ്ടിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ബണ്ടിൽ നമുക്ക് ഫുഡൊക്കെ എടുത്ത് വെക്കാം. പൊട്ടാറ്റോ ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു പ്ലാന്റേഷൻ തന്നെ തുടങ്ങി. പൊട്ടാറ്റോ എടുത്ത് മാറ്റാ, ഇങ്ങോട്ട് എടുത്ത് പോയി. അത് തുറന്നിട്ട് നമുക്ക് ബ്രെഡും കൂടി എടുത്ത് വെച്ചേക്കാം. ആ ബണ്ടിലെടുത്ത് കയ്യിലും വെച്ചേക്കാം. ഓക്കിൻ്റെ ഇതുണ്ടല്ലോ, ഓക്കിൻ്റെ ഇത് സാപ്ലിംഗ് ഉണ്ട്, അത് നമുക്ക് ഇവിടെ നട്ട് വെക്കാം. ഓക്കെ ഗൈസ്, പിന്നെ ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ എങ്ങനെ ഈ വേൾഡ് നിർത്തണമെന്ന്. ഡ്രാഗനെ കൊന്നിട്ടങ്ങ് ഡയറക്റ്റായിട്ട് നിർത്തണോ, അതോ എങ്ങനെ നിർത്താനാ? അതോ നമ്മൾ ഡ്രാഗനെ കൊന്ന് പിന്നെ എന്താ ഫാമൊക്കെ ഉണ്ടാക്കി, XP ഫാം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആ ഫാമൊക്കെ ഉണ്ടാക്കി അങ്ങനെ നിർത്തണോ? ലെറ്റ്സ് പ്ലേ കളിച്ചു പോകണോ? എന്തോ വേണോ നിങ്ങൾ തന്നെ തീരുമാനിക്കൂ ഗൈസ്. ഓക്കെ, എന്നാ പിടിയടാ ചാടാ. എന്നല്ലാണ്ട് പൂച്ചേനെ കണ്ടപ്പോൾ സൈക്കോ മൂഡ് വന്നു ഗൈസ്. അവനെ തട്ടി. അമ്മിണിപ്പശുവും ചിക്കിക്കോഴിയൊക്കെ അവിടെ നിൽപ്പുണ്ട്. ചിക്കി പിന്നല്ലാണ്ട്. നല്ല വലിയൊരു വില്ലേജാണെന്ന് തോന്നുന്നു. താഴോട്ട് സ്ഥലമൊക്കെ ഉണ്ടല്ലോ. ഹലോ മുട്ടത്തലേനെ അടിക്കാൻ പറ്റിയില്ലല്ലേ കുട്ടിക്ക്. ഇവിടെ മൊത്തം കേവ് പോലത്തെ സ്ഥലങ്ങളാടാ ഈ വില്ലേജ്. ഇന്ന് അടിപൊളിയായിരുന്നു. നല്ല വില്ലേജില്ലേ, നല്ല രസമുണ്ട് ഗൈസ് ഈ വില്ലേജ് കാണാൻ. ഞാനിവിടെ ഒരു വീടൊക്കെ പണിയുന്നുണ്ട് കേട്ടറാ. ആ മുട്ടത്തലേൻ്റെ മുട്ട ഞാനൊരു ചൂട്ടിക്കും. അല്ലാണ്ട് പിന്നെ ഇവിടെ എന്താണ്? 2 എമറാൾഡ്, 3-4 ബ്രെഡ്. 2 എമറാൾഡ് അതിനകത്ത് തന്നെ ഇരിക്കട്ടെ. 9 ബ്രെഡുണ്ട്. അല്ലേ ബണ്ടിൽ ഇതിനകത്ത് വെച്ചിട്ട് പോയാലോ? എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു കൂടാ എമറാൾഡൊക്കെ ഉണ്ടെങ്കിൽ. എന്താണ് അല്ലോ ഇവിടെ എന്തുണ്ട്? നിൽക്കടാ, ചാടും ഇപ്പം. നോക്കിക്കോ എൻ്റെ സ്കില്ല്. ചാടിക്കോ ഉണ്ടടാ. ഇനി അടുത്ത സ്കിൽ ഇഷ്യൂസാണ് കാണാൻ പോകുന്നത്. ആ ബെല്ലിനകത്തോട്ട് കണ്ട, എൻ്റെ പേര് സ്കിൽ ഇഷ്യൂസ്. ഹലോ മൊട്ടെ, എൻ്റെ മുട്ടത്തല ഞാൻ അടിച്ചു പൊട്ടിക്കട്ടെ. ചാടി. എടാ, ഞാൻ തറയിൽ പോയതല്ലാതെ അവനൊന്നും പറ്റിയില്ല. ഹയ്യ
അടുത്ത സ്കിൽ ഇഷ്യൂസ് കാണിച്ചു തരാം. ചാടി സ്കിൽ ഇഷ്യൂസ് അല്ലാണ്ട് പിന്നെ എനിക്ക് കളിക്കാറിഞ്ഞൂടാത്തണ്ടെന്ന് ആരും പറയരുത്. ഞാൻ കളിച്ച് പിന്നെ എനിക്ക് കാണിച്ചു തരാം. ഇവിടത്തേക്ക് ഞാൻ സ്റ്റാർട്ടിങ് വേൾഡ് അല്ലേ. എന്തോടെ ഒരു അമ്പ് വന്ന പോലെ തോന്നിയതാണോ? അല്ലല്ലല്ല. അണ്ണേ എൻ്റെ ദേഹത്ത് ഒന്നെങ്കിലും കൊള്ളിക്കാവോ? നീ കൊള്ളിക്കടാ. അയ്യോ എൻ്റെ നീ. അയ്യോ ഞാൻ എൻ്റെ ദേഹത്ത് കൊണ്ടേ. അയ്യോ എൻ്റെ ദേഹത്ത് കൊണ്ടേ. കൊണ്ടാ കൊണ്ട്. ഹലോ ബ്രോ, വാട്സാപ്പ്. എടോ വണ്ണച്ചിപ്പോട്. എടാ ഞാൻ അവൻ്റെ അടുത്ത് കളിച്ചോണ്ടിരിക്കുവാണ് ഗൈസ്. എങ്ങനെ ഇരിക്കുന്നു ഗൈസ്? നമ്മുടെ സ്കൾട്ടനെ പേടിച്ച് ഓടിച്ചെന്ന് കുഴി ചാടി പോവും. ഇതിന്ന് ഏത് വഴിയായിരുന്നു ഞാൻ ചാടി കയറിയത്? ഈ വഴി എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ഇലയാരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്? ഓക്കേ. പിന്നെ നിങ്ങൾക്ക് നല്ല റാൻഡം സീഡൊക്കെ അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. നമുക്കും കളിച്ച് വെക്കാനാണ്. റാൻഡം സീഡ് എന്ന് പറയുമ്പോൾ ഇതാണ് വില്ലേജും എൻ്റെ പൊട്ടലൊക്കെ അടുത്തുള്ള ഒരു സീഡ്. അതൊക്കെ ഉണ്ടെങ്കിൽ പറയണം. എന്നാൽ പിന്നെ കളി എളുപ്പമായേനെ. അമ്മണി പശുവിനൊക്കെ ഞാൻ എടുത്തോളാം. ഡുണ്ടുമണി ഈ കേവി നമുക്ക് ഇറങ്ങിയ ഇച്ചിരി എൻ്റെ കാര്യം സെറ്റായിരുന്നു. ഓക്കെ, സ്റ്റിക്ക് ഉണ്ടാക്കി നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിളും ഉണ്ടാക്കി ഒരു ഇച്ചിരി സ്റ്റോണേജ് ഒന്നാവട്ടെ. അല്ലെങ്കിൽ എനിക്ക് തന്നെയാണ് ഗൈസ് പണി. ഞാൻ തുറന്നിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇതിനകത്തുനിന്ന് നമുക്ക് ഫാബിയല് അതൊന്നും വേണ്ട. ഇവിടെ കുറേ ഫാബിലി ഉണ്ട്. അതൊക്കെ നമുക്ക് കട്ടെടുക്കാം. നമുക്ക് പിക്കാക്സ് അല്ലേ ഉണ്ടാക്കണ്ട. പിക്കാക്സ് ഇവിടെ പ്രോ പിക്കാക്സ് കിട്ടി. ഒന്ന് മതി. വേറെന്തോണ്ട് അല്ലാണ്ട് ഗൈസ് ഇതൊരു ശോകം പിടിച്ച വില്ലേജ് ആണോ എന്നൊരു ഡൗട്ട്. കാര്യം നല്ല റാൻഡം സാധനങ്ങളൊന്നും ഇല്ലടാ. ഞാൻ വിചാരിച്ച് നല്ല അടിപൊളി സോഡൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഫയർ എഫക്റ്റും മെൻഡിങ്ങും ഒക്കെ ആഡ് ചെയ്താൽ നല്ല അടിപൊളി സോഡൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇവിടെ നിന്നാണെങ്കിൽ കുറേ പൊട്ടാറ്റോവും പിന്നെന്താ ബ്രെഡും മാത്രമേ ഉള്ളൂ. പിന്നെ ആകെ റാൻഡായിട്ട് കിട്ടിയ നമ്മുടെ എമറാൾഡ് മാത്രം. ഓക്കെ, നമുക്ക് സ്റ്റോൺ പിക്കാക്സ് കിട്ടുന്നുണ്ട്. സ്റ്റോൺ പിക്കാക്സ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മൈനിങ്ങിന് പോകാമായിരുന്നു. മൈനിങ്ങിന് പോയാൽ പിന്നെന്താണ്? മൈനിങ്ങിന് പോയാൽ ഒന്നുമില്ല, അയൺ കിട്ടും. അയൺ കിട്ടിയാൽ അയൺ സ്മെൽറ്റ് ചെയ്ത് അയൺ പിക്കാക്സ് ഉണ്ടാക്കാം. അയൺ പിക്കാക്സ് ആയാൽ ഡയമണ്ട് വെട്ടാം. ഡയമണ്ട് കിട്ടിയാലോ പിന്നെ നേരെ നമുക്ക് എന്താ ഈ സാധനം റെഡിയാക്കാം. ഇതിൻ്റെ പേരെന്താ? പോർട്ടൽ റെഡിയാക്കാം. പോർട്ടൽ റെഡിയാക്കിയിട്ട് പോയി ബ്ലേസിനെയും തല്ലിക്കൊന്ന് എൻഡർ ഡ്രാഗനെയും തല്ലിക്കൊല്ലാം. അതിനെ രണ്ടെണ്ണത്തിനും തല്ലിക്കൊന്നു കഴിഞ്ഞാലോ നമുക്ക് നേരെ ഡ്രാഗനെ തട്ടാം. ഡ്രാഗനെ തട്ടിയ ലൈറ്റർ ഉണ്ടെങ്കിൽ പറന്ന് നടക്കാം. ഹിയോ ചാട്. അല്ലാണ്ട് എടാ ഇത് ഇച്ചിരി വലിയ കേവാടാ. ടോർച്ച് വേണോടാ. എൻ്റെ ടോർച്ചില്ല. നമുക്ക് ഒരു പിന്നൊരു ദിവസം ഇറങ്ങാം അങ്ങോട്ട്. ഇവിടെ ഉണ്ടോടായിരുന്നു. ഒറ്റ അയൺ മതി. എനിക്ക് ഷീൽഡ് ഉണ്ടായിരുന്നെങ്കിലും ഇറങ്ങായിരുന്നു. ഷീൽഡും ടോർച്ചും രണ്ടും ഇല്ലാതായിപ്പോയി. ഒരു 10 അയൺ കിട്ടുകയായിരുന്നെങ്കിൽ റെഡിയായിരുന്നു. ഒരു പിക്കാക്സും ഉണ്ടാക്കാമായിരുന്നു. ഒരു ആക്സ് ഉണ്ടാക്കാമായിരുന്നു. പിന്നെ ഒരു ഷീൽഡ്, ഒരു സോഡ്. അപ്പം പിന്നെ ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കണം. അപ്പോൾ 12 അയൺ വേണം. ഓക്കെ, മണ്ടക്കെട്ട് കയറിയിട്ട് അയ്യോ ഞാൻ ഇവിടെ പെട്ടേ. ഇവിടെ ഇത് അയണല്ലേടാ. അവിടെ അയൺ തപ്പിയൊന്ന് അയൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഫൈനലി അയൺ ഗൈസ്, ഫസ്റ്റ് അയൺ കിട്ടി. ഓക്കെ ഗൈസ്, നമ്മൾ ഈ അയൺ ഓക്കെ ഗൈസ്, നമുക്കിനി മണ്ടക്കെട്ട് പോവാം. മണ്ടക്കെട്ട് പോവാണ് ഗൈസ്. മണ്ടയ്ക്ക് രാത്രിയായി.
ഇനി അവന്മാരുടെ അടി കൊണ്ട് ഞാൻ വയ്യ ഗൈസ്. ഓക്കെ 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 ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇത് ചെയ്ത് പോയാൽ മതി. ചാടി ഒരു ബ്ലോക്കും കൂടി വെച്ച് ഗൈസ് ഫുള്ള് സ്റ്റോണും എടുത്തിട്ടുണ്ട്. കറക്റ്റായിരുന്നു സ്റ്റോണ്. 5 സ്റ്റോണും കൊണ്ട് ഞാൻ പോയി. പിന്നെ സോംബി എന്തുകൊണ്ട് വിശേഷം? ഇത്ര നാളെ കണ്ടിട്ട്. ക്രീപ്പറേ അയ്യോ എൻ്റെ പൊന്നു ഗൈസ്, എനിക്ക് ഫുഡില്ല ഗൈസ്, ഓടാൻ പറ്റുന്നില്ല. ഫുഡ് കുറവാകുമ്പോൾ നമ്മുടെ സ്പീഡ് കുറയുമല്ലോ. ചത്ത് 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 അറിഞ്ഞില്ലേ, സാധനങ്ങളെല്ലാം പോയി. ഇല്ലടാ, എനിക്കത് ഞാൻ ക്രീപ്പിൻ മൈ ഇൻവെൻ്ററി കൊണ്ട് ഓണാക്കിയിട്ടുണ്ടെന്നാ തോന്നുന്നേ. നമ്മുടെ ഫസ്റ്റ് നൈറ്റാണ് ഗൈസ്. ആദ്യത്തെ 23 ആദ്യം നോക്കിയപ്പോൾ കുറേ ഒരു മോവും കാണുന്നില്ല. പിന്നെ ഇപ്പോഴാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഓടിക്കോ. റൺ. നമ്മുടെ വീട്, എൻ്റെ വീട്, ഇതെൻ്റെ സ്വന്തം വീട്. ശോ, കുഴിയിലിപ്പോൾ കിടന്നേ. അയ്യോ, എൻ്റെ വീട്, തുറക്കടാ വീട്. അയ്യോ, അടച്ചിട്ടിട്ട് ഇവിടെ കിടന്നങ്ങ് ഉറങ്ങാം. ഞാനാണ് റീസ്പോൺ പോയിന്റ് സെറ്റാക്കിയില്ല ഗൈസ്. രാവിലെ ആയി. ഓക്കേ ഓക്കേ, നീ എന്നെ തൊട്ടാൻ വന്നായിരുന്നടാ. ഇത്ര പേടിയാവുന്നോ കണ്ടിട്ട്? ഇത്ര കണ്ണുണ്ട്? 1 2 എത്ര കണ്ടുണ്ട്? എന്താണ് ക്രീപ്പറേ, സുഖല്ലേ? ഇന്നലെ എന്നെ കൊല്ലാൻ നോക്കിയതാ നീ. എന്നെ പൊട്ടിത്തെറിപ്പിച്ചല്ലേ, ഇപ്പം സമാധാനമായി. ക്രീപ്പർ പൊട്ടിത്തെറിച്ച് ഗൈസ്. ഇവിടെ ചെമ്പരിയാട് ഇവിടെ നിൽപ്പുണ്ട്. ചെമ്പരി സുഖമാണോ? പതുക്കെ വിട്ടേക്കോ ചെറുക്കനേക്ക്. എനിക്ക് ആവശ്യത്തിനധികം വൂളൊന്നും വേണ്ടല്ലോ ഇവിടെ. വൂള് വേണ്ട ബെഡ് ഉണ്ടാക്കാൻ. ബെഡിൻ്റെ ആവശ്യമില്ല നീ എനിക്ക്. നമുക്ക് ഇവിടെ തട്ടിക്കൂട്ടി ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. തട്ടിക്കൂട്ടി ഒരു വീടുണ്ടാക്കണം. വീടുണ്ടാക്കിയാൽ എല്ലാം സെറ്റായിരിക്കും. ഈ ബ്ലോക്ക് നല്ല ബ്ലോക്കാണ്, നല്ല രസം കാണാൻ. ഓക്കെ, എടാ നമുക്ക് സ്റ്റോൺ കൊണ്ട് ഗോൾഡ് പൊട്ടിക്കാൻ പറ്റുമായിരുന്നു. നോക്കട്ടെ. എല്ലാം പോയി, എല്ലാം പോയി. ആകേണ്ടായിരുന്നൊരു ഗോൾഡ് ബ്ലോക്കായിരുന്നു. ഒബ്സിഡിയൻ ഉണ്ട്. പിന്നെന്താണ്, നമ്മുടെ ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഒരെണ്ണം എടുത്ത് വെച്ചേക്കാം. ആരെങ്കിലും വന്നെടുത്തിട്ട് നമുക്ക് കത്തിക്കണം. ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ കൊണ്ട്. ഓക്കെ 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 ഓക്കെ. ഹലോ ബ്രോ, ഹലോ ബ്രോ, ഹലോ. എന്തോ ഉണ്ട് മുട്ടത്തലയാ? എൻ്റെ അടുത്ത് കളിക്കല്ലോ കേസ്. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ടെലിപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ വേണ്ട. ഓടാ, അമ്മണി പശുവൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. നമ്മളങ്ങനെ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തോ വിളിക്കുന്നു. സ്മിത്ത് 3 ആയി. അതിനാണോ നിനക്ക് 21 എമറോൾഡ്? ഇപ്പം എൻ്റെ സ്കില്ല് കണ്ടോ? നേരത്തെ സ്കില്ല് ഇഷ്യൂസ് അല്ലായിരുന്നു, ഇപ്പോൾ കാണിച്ചുതരാം. കണ്ടടാ, ഇവിടെ ചാടിയിട്ട് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഇച്ചിരി ടഫാണ് അങ്ങോട്ട് കടണമെങ്കിൽ. ബ്ലോക്കൊക്കെ ഉണ്ട് വരും. ഓക്കെ, ഇങ്ങോട്ട് ഇറങ്ങടാ. ഇറങ്ങാൻ പറ്റത്തില്ലേ? അയ്യോ, ഞാനങ്ങനെ ഇറങ്ങി. എൻ്റെ അടിയിലോട്ട് പോവാം. അമ്മിണി പശു, അമ്മിണി പശു, അമ്മിണി അമ്മിണി അമ്മിണി. അമ്മിണീനെയൊക്കെ വെറുതെ ഇട്ടാക്കാം. ഫുഡിന് നോ ഇഷ്യൂസ്, ഫുഡിന് നോ ഇഷ്യൂസ് എന്ന് പറയാൻ പറ്റത്തില്ലടാ. എനിക്ക് ഫുഡില്ല, ഫുഡില്ല. പണിവാളി, പണിവാളിടാ. എടാ പണിവാളി, ഇവിടെ എൻ്റെ അടി കൂടി ഓടാം. എന്താ സീക്രട്ട് വരി? അവിടെ കോളുണ്ടാ. കേവിലോട്ട് ഇറങ്ങണോ? ഈ കോള് വേണ്ടേ? ഓക്കെ, പറഞ്ഞ കണക്ക് ഞാൻ എൻ്റെ കയ്യിൽ ഇരുന്ന് അയൺ സ്മെൽറ്റ് ചെയ്തില്ല ബ്രോ. ഓക്കെ, നമുക്കിതൊക്കെ അങ്ങ് എടുത്തേക്കാം. എടുത്തിട്ട്
തോക്കുകൊണ്ട് വേണേൽ കൊല്ലാൻ പറ്റും നോക്കട്ടെ. സുഖല്ലേ ബ്രോ? എടാ ഇവനൊന്നും പറ്റിയില്ലടാ. ഇവന് എന്തുവാടാ അവന് ഫയ്യടാ. എടാ അവിടെ ഒന്നും അടിച്ചടാ. 1 HP ആക്കൂടാ ഇവന്മാരെന്നെ. ഞാനാണ് ഇത് ഒരെണ്ണം വെച്ചിട്ട് ഒരു ഫാബിയിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫാബിയിൽ എന്നല്ല വീറ്റ് സീഡ്. അത് പണ്ട് എൻ്റെ ഒരു വീറ്റ് സീഡ് നല്ലായിരുന്നല്ലോ. പണ്ട് എൻ്റെ ഒരു വെറും സീഡൊന്നല്ലായിരുന്നു. ഒന്നുമില്ലേ ചെസ്റ്റെങ്കിലും ഒന്ന് വെച്ചുകൂടായിരുന്നോടാ. എനിക്ക് അവിടെ വരെ ഓടാൻ പറ്റത്തില്ല. ഞാൻ അവിടെ എവിടെ നമ്മുടെ സ്മെൽറ്റിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. അയ്യോ ഓടാൻ പറ്റുന്നില്ലേ. അയ്യോ 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 എനിക്ക് നടക്കാൻ വയ്യേ. അയ്യോ അയ്യോ ഞാൻ ഇവിടെയാണെന്നോ. അയ്യേറ്റി ഗൈസ്. ഞാൻ എന്തോ ചെയ്യാനാ. ഇനി അങ്ങോട്ട് മല കയറണം. മുട്ട ചാടണ്ട. ചാടിയിട്ട് പിന്നെ പണി കാണണ്ട. എനിക്ക് വയ്യ. നേരായ വഴി കൂടി പതുക്കെ ഇറങ്ങാം. ഒരു ബ്രെഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം സ്മെൽറ്റ് ചെയ്യാൻ. എനിക്ക് ഫുഡില്ല ഗൈസ്. ഓക്കെ ഹിയോ ഓക്കെ നമുക്ക് എന്തായാലും കിട്ടിയ 3 ബ്രെഡ് അല്ല 1 ബ്രെഡ് 3 ഇത് കൊടുത്താൽ വീറ്റ് കൊടുത്താൽ അതെങ്കിൽ അത് പിന്നെ നമുക്ക് എന്താണ് ചെസ്റ്റൊന്നും വേണ്ട ഗൈസ്. ഇവിടെ ആവശ്യത്തിന് ചെസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ബോൺ മീൽ ഉണ്ടാക്കണം. വേണ്ട ചിലപ്പോൾ ബോണിൻ്റെ ആവശ്യം ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. സോഡ് വേണം. അതൊന്നും വേണ്ട. കോൾ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ ഇതെന്ത് കോളെന്തിനാടാ ഞാൻ കൈ പിടിച്ചേക്കുന്നത്. ഓക്കെ അയ്യോ എനിക്ക് ഫുഡ് കുറഞ്ഞു വരുവാണോ അതോ ഇല്ലടാ. ഇനി 4 പോയി ഗൈസ്. ഞാൻ അങ്ങോട്ട് ഇതായിട്ടാണ് ഗൈസ് അടുത്ത വീഡിയോ. ഓക്കെ ഇങ്ങോട്ട് എത്തിയിട്ട് നമ്മുടെ സാധനം അങ്ങോട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് മറ്റേ പ്രസ്സിങ്ങിൻ്റെ സാധനമില്ലടാ. ഇവന്മാർ പറ്റിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് കാണിച്ചേക്കുന്നേ. ഈ വില്ലേജറാണ് ഇവിടെ നിന്നിട്ട് വയസ്സ് വലിയ എന്ത് നല്ല വസന്തിരമണീകരം. വാട്ട് ഈസ് ദിസ്? ഒബ്സീഡിയനാണോ? ഒബ്സീഡിയനും എത്ര 13 ഒബ്സീഡിയനും 2 ഡയമണ്ടും. വാട്ട് ദ ഹെൽ? എടാ ഞാൻ അതിനകത്തായിരുന്നോ വെച്ചത്? ഏറ്റവും മണ്ടയ്ക്ക് എത്തിയത്. അയ്യോ വില്ലേജർ വല്ലതും കേട്ടോ? ഇല്ല. 14 പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഇതുകൊണ്ട് ഷീൽഡ് ഉണ്ടാക്കണം. അതിന് മുന്നേ എൻ്റെ ഇരിക്കുന്ന ആപ്പിളും എടുത്ത് ഉണ്ടാക്കാം. ഗൈസ് നമുക്ക് ആദ്യം ഉണ്ടാക്കാം. അയങ്കോളത്തിന് ഇപ്പം തട്ടണോ? വേണ്ട. നമുക്ക് സേഫ് അയങ്കോളം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അടുത്ത സ്കില്ല് കാണിച്ചു തരാം. 1 ജമ്പിൽ അങ്ങോട്ടെത്തും. നോക്കോ ചാടിക്കോ നാട്ടുകാരെ. കണ്ടടാ ഈ ചാടി. എവിടെ തൊട്ടാലും ഇത് തന്നെയാണല്ല ഗതി. ഇതുവരെ കൂടി ഇറങ്ങാൻ വല്ലതും പറ്റുമോ? ഒന്നാമതേ ഹെൽത്ത് ഇല്ല ബ്രോ. എനിക്ക് ഇടയ്ക്കൂടി എടാ ഹെൽത്ത് നോക്കടാ. അയങ്കോളം തള്ളിയിട്ട് കൊല്ലട്ടെ തന്നെ ഞാൻ. അല്ലാണ്ട് തന്നെ ഗൈസ് നമുക്ക് ഷീൽഡ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കേവിലൊക്കെ ഇറങ്ങാം. ഓക്കെ നമുക്ക് ഓക്കെ ഷീൽഡ് കൈ കിട്ടണം. കണ്ടാ എൻ്റെ കയ്യിൽ ഷീൽഡ് ഇരിക്കുന്നത്. ഷീൽഡ് കണ്ടുപടി. ഷീൽഡ് ഞാൻ കട്ട്. ഇപ്പം നോക്ക് പിന്നെ അല്ലാണ്ട്. ഇപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മുടെ ഷീൽഡ് കൊണ്ട് അയൺ സോഡും കിട്ടി. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത വീഡിയോ ഒക്കെ ഉണ്ട്. എല്ലാവരും കത്തിരിക്കും.